നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ സൂപ്പർ 8 മത്സരത്തിൽ നാളെ സിംബാബ്വെയെ നേരിടുകയാണല്ലോ. ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങളുണ്ടാകും എന്ന പ്രതീക്ഷ പരക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എന്താണ് ടീം മാനേജ്മെൻറ്റിന് പറയാനുള്ളത്? ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടത് ബാറ്റിംഗ് കോച്ച് സിദാൻഷു കോട്ടക് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ടീമിൻ്റെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് എന്താണ്, റിങ്കു സിംഗ് നാട്ടിലേക്ക് മടങ്ങിയിരുന്നല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം എന്താണ്, പിന്നെ ഓപ്പണർമാർ കഴിഞ്ഞ മത്സരത്തിൽ 2 ഓപ്പണർമാരും പരാജയപ്പെട്ടു, അഭിഷേക് ശർമ്മയുടെ ഫോം ഔട്ടിൻ്റെ കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടത് നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ബയലാറ്ററൽ സീരീസുകളിൽ ബാറ്റിംഗ് നല്ല രൂപത്തിൽ നമ്മുടേത് ക്ലിക്കാവുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഗെയിം കഴിഞ്ഞ മത്സരം അതിൽ ബാറ്റിംഗ് ആയിരുന്നല്ലോ ഒരല്പം കൺസേണിങ് ആയത്. ഞാൻ ഇൻഡിവിജ്വൽ ഫെയിലിയേഴ്സ് എടുത്ത് നോക്കുന്നില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഗെയിം ഇൻ സ്ട്രൈഡാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ വേഴ്സ്റ്റ് ഗെയിം കഴിഞ്ഞ 2 ഇയേഴ്സിനിടയിൽ നമ്മൾ കളിച്ച ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു അത്. ഓപ്പണേഴ്സ് 2 പേരും ക്ലിക്കായില്ല. ഇറ്റ്സ് ഫൈൻ, ഞാൻ അതിൽ ഒരുപാടൊന്നും സ്ട്രെസ് ആവുന്നില്ല, അത്രയധികം കൺസേൺഡ് ആയിട്ട് ഞാൻ അതിനെ എടുക്കുന്നില്ല. ഇപ്പോൾ നോക്കുക, നമ്മൾ ബ്ലാക്ക് സോയിലിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. പിച്ചസ് T20യിൽ സ്ലോ ആകുമ്പോൾ ബാറ്റിംഗ് ഒരല്പം സ്ട്രഗിളായിട്ട് മാറും. ഇപ്പോൾ ഈ കൊളാപ്സുകൾ, അപ്പോൾ ഇങ്ങനെ കൊളാപ്സ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് സർഫേസിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. നമ്മൾ റീസണബിളി വെല്ലായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കൺസേൺ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഒറ്റ മത്സരമാണ് പരാജയപ്പെട്ടുള്ളത്, നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു ഗുഡ് ഗെയിമായിരുന്നു, പക്ഷേ നമ്മൾ നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. അവർ നന്നായിട്ട് കളിച്ചു, നമ്മൾ നന്നായിട്ട് ബാറ്റ് ചെയ്തില്ല. അഭിഷേക് കഴിഞ്ഞ മത്സരത്തിൽ ഹി വാസ് ലുക്കിംഗ് ഗുഡ്, പക്ഷേ നമ്മളിപ്പം ഓവർ തിങ്കിങ് ആവേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരാളുടെ കാര്യത്തിൽ മാത്രമായിട്ട് നമ്മളിങ്ങനെ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് അയാളുടെ മേൽ കൂടുതൽ പ്രഷർ ഉണ്ടാക്കുകയേ ചെയ്യുകയുള്ളൂ. അപ്പോൾ അഭിഷേകിൻ്റെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജോബ് എന്താണെന്ന് വെച്ചാൽ അവരെ താരങ്ങളെ നല്ലൊരു ഫ്രെയിം ഓഫ് മൈൻഡിൽ എത്തിക്കുക എന്നുള്ളതാണ്. അഭിഷേകിൻ്റെ കാര്യത്തിൽ നമ്മളതാണ് ചെയ്യുന്നത്. പിന്നെ ടീമിൽ മാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി, ദെയർ ക്യാൻ ബി ചേഞ്ചസ് ഇൻ ദി ഗെയിം. മത്സരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, ഇപ്പോൾ ഉണ്ടാവാം. ഇപ്പം നമ്മൾ ടോപ്പ് 3 ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ വെച്ചുകൊണ്ട് നമ്മൾ കളിക്കുമ്പോൾ ഓപ്പോസിഷൻസ് ഓഫ് സ്പിൻ വെച്ചാണ് അതിനെ പ്രതിരോധിക്കുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓപ്പണേഴ്സിനെ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ടോക്കിംഗ് പോയിൻ്റ് തന്നെയാണ്, അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് പരിഹാരം എന്നുള്ള തരത്തിൽ ഒക്കെ സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ റിങ്കു സിംഗിൻ്റെ കാര്യം, റിങ്കു വീട്ടിലേക്ക് പോയിരുന്നല്ലോ, ഇന്നലെ നമ്മൾ ആ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലി എമർജൻസി കാരണം അദ്ദേഹം വീട്ടിലേക്ക് തിരികെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ സ്ക്വാഡിനോടൊപ്പം ചേരുമോ ഇല്ലയോ, അതിൻ്റെ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു, റിങ്കു വിൽ കം ബാക്ക് ടുഡേ ഈവനിങ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി റിങ്കു തിരികെ എത്തും, ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്നാണ് സിദാൻഷു കോട്ടക്ക് നൽകിയിട്ടുള്ള വിവരം. പിന്നെ അദ്ദേഹം തിലകിൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പറഞ്ഞ മറുപടി, തിലക് ബാറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. പാകിസ്ഥാനത്തിന് നന്നായിട്ട് തന്നെയാണ് അവൻ ബാറ്റ് ചെയ്തത്. തിലകിൻ്റെ കാര്യത്തിൽ ഒരു 1-2 ബൗണ്ടറിയുടെ കാര്യമേ ഉള്ളൂ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ദർ ഈസ് നോ കൺസേൺ അബൌട്ട് ഹിസ് റണ്ണേബോൾ ഇന്നിങ്സ്, ദർ ഈസ് നോ ടെൻഷൻ റിഗാർഡിങ് അഭിഷേക്, തിലക് ഓർ ഈവൻ ദി ലോസ് എഗെയിൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തിലകിൻ്റെ ആ ഒരു ബാറ്റിംഗ് രീതിയിൽ കൺസേൺസ് ഒന്നുമില്ല, ആശങ്കയ്ക്ക് വകയില്ല. തിലകിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അഭിഷേകിൻ്റെ കാര്യത്തിൽ ആശങ്കയില്ല, തിലകിൻ്റെ കാര്യത്തിൽ ആശങ്കയില്ല, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തോറ്റ കാര്യത്തിലും ടീമിന് വലിയ ആശങ്കയ്ക്ക് വകയില്ല എന്നാണിപ്പോൾ കോച്ച് എന്തായാലും പറയുന്നത്. അപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ വരുമ്പോൾ ടാക്ടിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്, നമ്മൾ ടാക്ടിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട്. ഓപ്പോസിഷൻസ് എങ്ങനെയാണ് ബൗൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ബാറ്റേഴ്സിന് അതെങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എങ്ങനെ പ്ലാൻ ചെയ്യാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതാണ് ഇമ്പോർട്ടൻറ്റ്. എൻഡ് ഓഫ് ദി ഡേ ബാറ്റേഴ്സ് എങ്ങനെ കാര്യങ്ങൾ കാണുന്നു, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജോബ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തിലകിനോടും മറ്റുമൊക്കെ എന്ത് ചർച്ചയാണ് നടത്തിയത് അഭിഷേകിനോടൊക്കെ എന്നുള്ളതിലാണ് ഈ ഒരു വിശദീകരണം വരുന്നത്. പിന്നീട് അദ്ദേഹം പറയുകയാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ബൗളിംഗ് കോമ്പിനേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ടീമിനെ
നല്ല രൂപത്തിൽ റീഇൻഫോഴ്സ് ചെയ്യാൻ തന്നെയാണ് ചിന്തിക്കുന്നത്. ഗുഡ് ഓപ്പണിംഗ് സ്റ്റാർട്ട്സ് കിട്ടണം, അതിനു വേണ്ടിയിട്ടുള്ളൊരു റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഫോമിന് വേണ്ടി തന്നെയാണ് പരിശ്രമിക്കുന്നത്. ആ ഒരു മൊമെൻറ്റം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ഹഡിൽസ് ഉണ്ടായതുകൊണ്ട് മൊമെൻറ്റം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നുകൂടി അദ്ദേഹം സമ്മതിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് നമ്പർ 8 പൊസിഷനെ കുറിച്ച് ചോദിക്കും. അദ്ദേഹം പറയുന്നത് നമ്പർ 8 പൊസിഷനിൽ നമ്മൾ ഓൾറൗണ്ടേഴ്സിനെ തന്നെയാണ് പരിഗണിക്കുന്നത്. സഞ്ജുവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് സഞ്ജു സാംസൺ പ്ലേയിങ് ലെവലിലേക്ക് ഉണ്ടാകുമെന്ന ചോദ്യം വരുമ്പോൾ സിതാൻഷു കോട്ടക്ക് പറയുന്നത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്, ചിന്തിച്ചിട്ടുമുണ്ട്. ദർ ഹാവ് ബീൻ ഡിസ്കഷൻസ് അറൗണ്ട് ദാറ്റ് ആൻഡ് വി ആർ തിങ്കിങ്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ടീം തീരുമാനിച്ചിട്ടില്ല എന്നതുകൊണ്ട് കാണാം, നമുക്ക് നോക്കാം, ബട്ട് ദർ വിൽ ബി തോട്ട്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് സഞ്ജുവിൻ്റെ കാര്യത്തിൽ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് സഞ്ജുവിനെ കളിപ്പിക്കുന്നതിനെക്കുറിച്ച് എന്നാണ് സിതാൻഷു കോട്ടക്ക് സഞ്ജുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നു ഈ പ്രൊഫഷണൽ താരങ്ങൾക്ക് പ്രഷർ ഉണ്ടാകും, അത് സ്വാഭാവികമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. നമ്മൾ ബെഡിലേക്ക് പോകുന്ന സമയത്ത് പ്രഷർ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്, ഒരു ആങ്സൈറ്റി. പക്ഷേ അതിനെ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫിൻ്റെ ഭാഗമാണ് ഇതൊക്കെ, അത് പോസിറ്റീവ്ലി ഡീൽ ചെയ്യണം. നമുക്ക് വിജയിക്കണമെങ്കിൽ, വേൾഡ് കപ്പ് വിജയിക്കണമെങ്കിൽ ഈ പ്രഷറിനൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. സോ ദർ ഈസ് നത്തിങ് ദിസ് ടീം കാൺട്ട് ഹാൻഡിൽ. ഈ ടീമിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല എന്നുകൂടി സിതാൻഷു കോട്ടക്ക് വിശദമാക്കുന്നു. ചുരുക്കത്തിൽ അദ്ദേഹം വിട്ടു പറയുന്നില്ല, മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോഴും ആരെയൊക്കെ മാറ്റും, സഞ്ജുവിനെ കളിപ്പിക്കുമോ അല്ലെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം ഉണ്ടാകുമോ, ബൗളിംഗ് കോമ്പിനേഷനിൽ എന്തു മാറ്റും, ഇതൊന്നും അദ്ദേഹം തുറന്നു പറയുന്നില്ല. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ അതിലുണ്ട് താനും. ഒരുപാട് ആശങ്കയ്ക്ക് വകയില്ല. കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ നമ്മൾ തോൽക്കുന്ന ആദ്യ കളിയാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സംഭവിച്ചത്. നമ്മൾ നന്നായിട്ട് ബാറ്റ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും അതിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പ് ഓർഡറിൽ 3 പേര് ലെഫ്റ്റ് ഹാൻഡർമാരാകുമ്പോൾ എതിരാളികൾ ഓഫ് സ്പിൻ എറിയുന്നു. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് കൂട്ടുകെട്ട് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവും എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ മാറ്റങ്ങൾക്കുള്ള ചില സൂചനകൾ അവിടെയുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്നത്. കാരണം റിങ്കു മടങ്ങി എത്തിയിട്ടുണ്ട്. പക്ഷേ ലഭ്യമാകുന്ന വിവരപ്രകാരം റിങ്കു നാളെ കളിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അദ്ദേഹം ട്രെയിനിങ്ങിലും മറ്റുമൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.